ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹായ് ട്രേഡേഴ്സ്, ഇന്നത്തെ മാർക്കറ്റ് ഓവർവ്യൂ. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 14,595 30 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് സെൻസെക്സ് ക്ലോസ് ചെയ്ത് 49,584 91 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 32,519 54 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് നിഫ്റ്റി ആയിട്ട് 26,965 ക്ലോസ് ചെയ്തു 38 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് S&P BSE സ്മോൾ ക്യാപ്പ് 18,882 ക്ലോസ് ചെയ്തു 31 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് പ്രീവിയസ് ക്ലോസിംഗ് വാസ് 14,564, ഇന്നത്തെ ഓപ്പണിംഗ് 14,550. ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു ആൻഡ് ഡേ ഹൈ വെൻറ്റ് 14,617 ഓൺലി. ഡേ ലോ വാസ് 14,471 ആൻഡ് 30 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 14,595 ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ബാങ്ക് നിഫ്റ്റി. Previous closing was 32,574 and today's opening 32,526. Flat opening ആയിരുന്നു. Day high went up to 32,718. Day low was 32,442 and 54 points in the loss കൂടിയിട്ട് 32,519 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ള അഗെയിൻ ഒരു ഹാങ്ങിങ് മാൻ പാറ്റേൺ ആണ്. സോ സെർച്ച് ഫോർ സ്പെസിഫിക് ഓപ്പർച്യൂണിറ്റീസ്. ഇൻഡെക്സിനെ അവോയ്ഡ് ചെയ്യുക കുറച്ച് സെഷൻസിലേക്ക്. നിഫ്റ്റി ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ദ ഡേ ഹൈലി വോളറ്റൈൽ തന്നെയായിരുന്നു. ആൻഡ് എന്നാൽ പോലും ഹെവി വെയ്റ്റ്സ് ലൈക്ക് റിലയൻസ്, HDFC, ITC, L&T, TCS ഇവരെല്ലാവരും നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് നിഫ്റ്റിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് സം ഏരിയാസ് ലൈക്ക് മെറ്റൽ, IT, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ അവരുടെ ഇതിലൊക്കെ നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഐ ടിയിൽ നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു, അതുപോലെ തന്നെ ബാങ്കിങ്ങിലും. സോ അതെല്ലാം ശരിക്കും പറയുക ആ ഗെയിൻസിനെല്ലാം ക്യാപ്പ് ചെയ്തു. ആൻഡ് ലാസ്റ്റ് കപ്പിൾ ഓഫ് അവേഴ്സ് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. ബിക്കോസ് ട്രേഡേഴ്സ് ആർ എക്സ്പെക്ടിങ് സം ഗുഡ് ന്യൂസ് ഫ്രം US. അതായത് സ്റ്റിമുലസ് പാക്കേജിൻ്റെ ഒരു പൂർണ്ണ രൂപം. ദേ ആർ വെയിറ്റിംഗ് ഫോർ ഇറ്റ്. അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഞാൻ US മാർക്കറ്റ് നോക്കുമ്പോൾ നല്ലൊരു ഗ്രീൻ മോഡിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫ്യൂച്ചേഴ്സും. അതേസമയം SGXും സെയിം ഒരു നല്ലൊരു പോസിറ്റീവ് മോഡിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇന്ന് യൂറോപ്യൻ മാർക്കറ്റും ഏഷ്യൻ മാർക്കറ്റെല്ലാം ക്ലോസ് ചെയ്തിട്ടുള്ളതും ഗ്രീൻ മോഡിൽ തന്നെയാണ്. ഇന്ത്യ വിക്സ് ആഫ്റ്റർ 5 days ഇന്നൊരു ചെറിയൊരു ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് 1.13%. അതായത് 23.29 നിന്ന് 23.02 ലെവലിലേക്ക്. ഒരു നല്ലൊരു കൂൾ ഓഫ് എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും നല്ലൊരു സൈൻ തന്നെയാണത്. നിഫ്റ്റിയുടെ കീ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഫസ്റ്റ് സപ്പോർട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള 14,510 സെക്കൻഡ് ഈസ് 14,410 ആൻഡ് റെസിസ്റ്റൻസ് 14,650 സെക്കൻഡ് 14,710. അതേസമയം ബാങ്ക് നിഫ്റ്റിയുടെ ക്രൂഷ്യൽ സപ്പോർട്ട് ലെവൽ കാണിക്കുന്നത് 32,400 സെക്കൻഡ് ഈസ് 32,280. അതേസമയം റെസിസ്റ്റൻസ് 32,670 സെക്കൻഡ് ഈസ് 32,830. കോൾ ഓപ്ഷൻ ഡാറ്റ മാക്സിമം കോളിൻ്റെ OI കാണാൻ കഴിയുന്നത് 15,000 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,000 സ്ട്രൈക്കിലും, തേർഡ് ഈസ് 14,500 ആൻഡ് കോൾ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ 14,800 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,600 തേർഡ് ഈസ് 15,000 സ്ട്രൈക്കിലും. ആൻഡ് കോൾ അൺവൈൻഡിങ് 14,000 സ്ട്രൈക്കിലും, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,500 തേർഡ് ഈസ് 14,200. ഓൺ അതർ ഹാൻഡ് പുട്ടിൻ്റെ മാക്സിമം OI 14,000 സ്ട്രൈക്കിലും, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,500 തേർഡ് ഈസ് 13,900. പുട്ടിൻ്റെ റേറ്റിംഗ് 13,700 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,500 തേർഡ് ഈസ് 14,100. പുട്ടിൻ്റെ അൺവൈൻഡിങ് ഏറ്റവും കൂടുതൽ 13,500 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,900 സ്ട്രൈക്കിലും ആകുന്നു. ആൻഡ് തിയറി ഓഫ് മാക്സ് പെയിൻ അറ്റ് 14,100. ഫ്രണ്ട്സ്, നാളെ കുറച്ചധികം കമ്പനീസിൻ്റെ റിസൾട്ട് പുറത്തു വരാനുണ്ട്. സോ എല്ലാ കമ്പനികളും പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലെങ്ത് ആവും. സോ മെയിൻ കമ്പനീസ് ഞാൻ പറയാം: HCL ടെക്നോളജീസ്, L&T ഫിനാൻസ് ഹോൾഡിങ്സ്, PVR, Aditya Birla, Shoppers Stop, many more. You can go to direct NSE website and check it. FIs and DIs data. FIസിൻ്റെ ഭാഗത്തു നിന്ന് 1,076 crores ബൈയിങ് ആണ് ഇന്ന് മാർക്കറ്റിലുണ്ടായിട്ടുള്ളത്. അതേസമയം DIസിൻ്റെ ഭാഗത്തു നിന്ന് 188 crores സെൽ ഓഫും. ഫ്രണ്ട്സ്, ഇനി ലോങ് ബിൽഡപ്പ് നടന്നുള്ള കുറച്ച് സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ലൂപ്പിൻ, കാറ്റില, MRF, IOC, Divis Lab, BPCL, HDFC, AMC.
ഇത്രയും ലോങ് ബിൽട്ടപ്പ് കാണാൻ കഴിയുന്നുണ്ട് സ്റ്റോക്സുകളിൽ. അതേസമയം ഷോർട്ട് കവറിങ് M&M കാണാൻ കഴിയുന്നുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ, ഗെയിൽ, അപ്പോളോ ഹോസ്പിറ്റൽ, UPL, ടൊറൻറ്റ് പവർ, ബ്രിട്ടാനിയ. ആൻഡ് ഇനി നാളത്തേക്കുള്ള കുറച്ച് ഇൻട്രാഡേ പിക്സ്. ഫസ്റ്റ് വൺ JSW Steel, buy above 400, target 410. You can short below 395. Next is Sun TV, buy above 536, target 546. You can short below 532. Next is Tata Motors, buy above 247, target 256, short below 244. Next DLF, buy above 284, target 292. You can short below 278. Next is Mindtree, buy above 1755, target 1790. You can short below 1745. Next is ITC, buy above 215, target 220. You can short below 212. Next is Ramco Cement, buy above 841, target 859. You can short below 838. Next is HCFL, Reliance, HDFC Bank, Axis Bank and HAL. ഒരു ബെസ്റ്റ് IPO കൂടി മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുണ്ട് വെരി സൂൺ. അതായത് IRFC, ഇന്ത്യൻ റെയിൽവേ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ. ഇന്ത്യൻ റെയിൽവേ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഒരു പക്ഷേ കൂടുതലാരും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഈ ഒരു കമ്പനിയാണ് ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ റെയിൽവേക്ക് ഫണ്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ ഫണ്ടമെൻ്റലും കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഗോ ടു NSE വെബ്സൈറ്റ് ആൻഡ് പുൾ ഔട്ട് ദ ചാർട്ട്. സോ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നല്ല ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ മിസ്സാക്കരുത്. ബിക്കോസ് ഇതൊരു ലോങ് ടേം പെർസ്പെക്റ്റീവിലാവണം ഇത് ഇൻവെസ്റ്റ്മെൻറ്റ്. അല്ലാതെ 2 മാസം 2 കൊല്ലത്തിന് വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റോക്കിനെ മറന്നേക്കും. ഓക്കെ, നിങ്ങളൊരു നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദിസ് ദ ബെസ്റ്റ് സ്റ്റോക്ക്. ഓക്കെ, ഒരു 10 or 15 years ഒരു കോമ്പൗണ്ടിങ് മോഡിലായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ റിട്ടേൺ ലഭിക്കുക. സോ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണിത്. ഓഫ് കോഴ്സ് ഗവൺമെൻറ് ഓൺഡ് ആണ്. യു ക്യാൻ ബ്ലൈൻഡ്ലി ഇൻവെസ്റ്റ്. കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഇങ്ങനെയുള്ള സ്റ്റോക്സൊക്കെ നമുക്ക് ബിഗിനിങ്ങിൽ കിട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഇൻഫോസിസ് വാസ് 20 years ഓൾമോസ്റ്റ് 99-2000 ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് 97 or 90 rupees അങ്ങനെ എന്തൊക്കെയായിരുന്നു. ഇന്നത്തെ സ്റ്റോക്കിൻ്റെ വിലയൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കും. സോ അതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. നാളത്തേക്ക് ഞാൻ തന്നിട്ടുള്ള ഇൻട്രാഡേ പിക്സ്, ടാർഗറ്റ് ആൻഡ് ട്രിഗർ. നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ദർ ഈസ് നോ പോയിൻറ്റ് ഓഫ് ഫോളോയിങ് ദാറ്റ്. ഓക്കെ, സോ അത് വിചാരിച്ച് നിങ്ങൾ ട്രേഡ് മിസ് ചെയ്യരുത്. നിങ്ങളുടെ രീതിയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ട്രേഡ് എടുക്കുക. Standard disclaimer, this is all my personal views. My view may get wrong. I have all rights to be wrong. So don't follow it blindly. Do your own analysis or consult a financial advisor before you enter the market or trade. Please don't forget to subscribe my channel. Please guys, don't forget. Do it right now. Request ആണ്. Please subscribe my channel. Hit the like button. Share it. Money എന്തായാലും അടിച്ചോളൂ. Ting ting. Happy trading. Take care. Good night.